ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പെട്ടെന്ന് പണികളെല്ലാം തീർത്ത് ഫ്രീ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതെന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. എണീക്കലൊക്കെ വേഗം തന്നെ എണീച്ചിരിക്കുന്നു. പക്ഷേ കിച്ചണിലോട്ടൊക്കെ വന്നിട്ടുള്ളത് ഒരു 7 മണിയെല്ലാം ആയപ്പോഴാണ് കേട്ടോ. അപ്പം ഒന്നാമത്തെ ടിപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ എണീക്കലാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൺ തലേന്ന് തന്നെ നല്ലോണം നീറ്റാക്കിയിട്ട് തന്നെ ഇടുക കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കിച്ചണിലോട്ടേക്ക് വരുമ്പം പെട്ടെന്ന് തന്നെ പണിയെല്ലാം തീർക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് ചിക്കൻ ഇതാ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിന് ഫുൾ ഗ്ലാസ് വെള്ളം കുടിക്കും കേട്ടോ. ചൂടുവെള്ളമാണ്, ഇളം ചൂടുവെള്ളമാണ് കേട്ടോ കുടിക്കൽ. അപ്പം നമ്മളെ ആരോഗ്യം കൂടി നോക്കണം, എന്നല്ലേ നമുക്ക് പണിയിലെടുക്കാൻ ആരോഗ്യമെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മളെ ആരോഗ്യം കൂടി കെയർ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്ലാനിങ് എല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം. ഇങ്ങനെയെല്ലാം ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണിയെല്ലാം തീർന്നു കിട്ടും കേട്ടോ. പ്ലാനിങ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു ബബ്ബ കളിക്കും. അപ്പം അതിന് നല്ലത് ഒരു കൃത്യമായിട്ടൊരു പ്ലാനിങ് എല്ലാം വെക്കുക. ഇനിയിപ്പം അടുത്ത് തലേന്ന് മോന്തിക്കത്തെ വേസ്റ്റ് ടിന്നിൽ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം ഒന്ന് കൊണ്ടുപോയിട്ട് കളയലാണ്. ഇനിയിപ്പം ഞാൻ തലേന്ന് തന്നെ വെള്ളപ്പോളയില്ലേ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവെല്ലാം ഒന്ന് അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് ഉണ്ടാക്കാമെന്ന് കരുതുന്നത്. അതിന് വട്ടയപ്പം അങ്ങനെയെല്ലാം പേര് ഉണ്ട് തോന്നുന്നു. എനിക്കങ്ങനെ കറക്റ്റ് അറിയില്ല. ഇനിയിപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് ഈ ഒരു കേക്കിൻ്റെ ടിന്നിൽ വെച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പാത്രം എൻ്റെ കയ്യിലില്ല. അപ്പം ഞാനിത് ഈ ഒരു ടിന്നിലാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് നെയ്യെല്ലാം ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്, എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഒരു കയ്യിലിന് 3 കയ്യിൽ മാവാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത്. തലേന്ന് ഇങ്ങനെ മാവെല്ലാം എന്തിനേലൊക്കെ ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം പണി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഈസിയായി കിട്ടുമേ. ഇനിയിപ്പം ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു റിങ് ഇതേപോലെ വെച്ചെടുത്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നത്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ആയി കിട്ടുമേ. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഞാനിതാ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളെല്ലാം നോക്കലാണ് കേട്ടോ. അപ്പം ചിക്കൻ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു. അതിനെക്കൊണ്ട് അതിൻ്റെ തണുപ്പെല്ലാം കുറച്ചെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതി. ഞാൻ ഇന്നലെ തന്നെ ചിക്കനെല്ലാം നന്നായി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഇപ്പോഴത്തേക്കുള്ള എടുത്തിട്ട് ബാക്കി ഇതേപോലെ ഫ്രീസറിൽ കയറ്റി വെക്കലാണ്. ഇങ്ങനെ ചിക്കനെല്ലാം കിട്ടുമ്പോൾ നമ്മൾ അപ്പം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രീസറിലോട്ടേക്ക് വെക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി പണിയെല്ലാം ഒന്ന് ഈസിയായി കിട്ടും. ഇനി ഇപ്പോഴത്തേക്കുള്ള ചിക്കൻ എടുത്തിട്ട് ഞാനത് ഒന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കുഷ്ക വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മസാലയെല്ലാം ഒന്നിങ്ങനെ പെരക്കുന്നതാണ് കേട്ടോ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ചിക്കൻ ഒന്ന് പെരക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ട് വെച്ച കുപ്പി അപ്പം തന്നെ എടുത്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെ അത് കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പം ഫുള്ള് നിരന്ന് വരുന്ന പോലെ തോന്നും. അതിനെക്കൊണ്ട് അതെല്ലാം അപ്പം തന്നെ ഒന്ന് എടുത്ത് വെക്കുക. ഇനിയിപ്പം ചോറിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും തക്കാളിയെല്ലാം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 ചെറിയ ഉള്ളിയും 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി സെയിം ജാറിൽ തന്നെ 2 ചെറിയ തക്കാളിയും കൂടി ഒന്ന് മുറിച്ചിട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്.
ആദ്യം ഇതേപോലെ എല്ലാം ഒന്ന് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഈസി ആവും കേട്ടോ. കുക്ക് ചെയ്യാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ പണിയൊന്നുമില്ല ഒന്ന് തീർന്ന് കിട്ടുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ എടുത്ത ജാറി കൈയോടെ തന്നെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെ പിന്നെ അതിങ്ങനെ അടങ്ങനെ കിടക്കും. അപ്പോൾ അത് കൈയോടെ തന്നെ വേഗം കഴുകി വെക്കലാണ്. ഇനിയിപ്പോൾ ഇതാ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആക്കി വേണ്ടിയിട്ട് നോക്കലാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായപ്പം കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ആദ്യം തന്നെ ഓയിൽ ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഓയിൽ തന്നെയാണ് പിന്നീട് ചോറിനും ഉപയോഗിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ ഒഴിച്ച് വെച്ചിട്ട് ഇതാ ചിക്കനെല്ലാം ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് വെച്ചെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ വെള്ളപ്പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നല്ലോണം അത് പൊന്തിയെല്ലാം വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കലാണ്. തണിഞ്ഞിട്ട് അടുത്തത് അതേപോലെ ഒന്ന് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 2 വെള്ളയപ്പമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. ഇനി കറിയൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ കായും പാലും പഞ്ചസാരയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചെറുകായാണ് എടുത്തിട്ടുള്ളത്. ചെറുകായി പിന്നെ നമ്മൾ മെഴുകുതിരി പഴം ഇതൊക്കെ ഇനി നല്ലതിനാണ് കേട്ടോ. റോബസ്റ്റ് എല്ലാം എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതന്നെയായിരിക്കും. ഇനിയിപ്പോൾ ഞാനിതാ അതൊന്ന് ചെറുങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ചധികം കായ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇനി കായും പാലെല്ലാം ഇങ്ങനെ കൂട്ടിയിട്ട് തിന്നാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പാലും കൂടി ഒന്ന് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാൻ ഒരു സൈഡിലോട്ടേക്ക് മാറ്റിയേക്കാനാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അയക്കില്ല കേട്ടോ. ഒന്നാമത് മോന് എണീച്ചിട്ടില്ല. അപ്പം ഓന് എണീച്ചിട്ട് ഒപ്പരേ തിന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത വെള്ളപ്പോളിയും കൂടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അതും തണിഞ്ഞിട്ട് അതും കൂടി എടുക്കും. എന്നിട്ട് ഈ പാത്രം ഒന്ന് കഴുകാനിടും കേട്ടോ. ഈ സമയത്ത് ഞാനിതാ ചിക്കൻ തിരിച്ച് മറിച്ചെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം കുഷ്ക ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നോക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പാത്രം ചൂടാക്കി കേട്ടോ. അത് എന്താ ചൂടായി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മോനെണീച്ചപ്പോൾ ഓൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള കോയിൻ്റെ ആ എണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക് ഇത് കൂടി ഒന്ന് ഇട്ടുകൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് കാണുന്ന രൂപത്തിൽ നമുക്കിത് വഴറ്റിയിട്ട് എടുക്കണം. ഇനിയിപ്പം ഇതിലേക്ക് ഞാനിതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കലാണ് കേട്ടോ. ഇതിപ്പം ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഞാനിപ്പം കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കും. ഇതുവരെ ഉപ്പൊന്നും ചേർത്തിക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കലാണ്. വെള്ളം ഞാൻ ഒന്ന് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കുക. നമ്മൾ ഇതിന് മുന്നേ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് നമ്മളിതാ കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. ഇനി ഇത് ചോറ് ആവുന്ന സമയം കൊണ്ട് ഞാനിതാ ബാക്കിയുള്ള പാത്രമെല്ലാം കഴുകി വെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എണിച്ചിക്കേനും ഓനൊന്ന് ഫ്രഷ് ആക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് കേട്ടോ. വട്ടം ഇല്ലാന്നേ ഉള്ളൂ, എന്നാലും കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളപ്പോള നല്ലോണം കറക്റ്റായി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നല്ലൊരു വൈറ്റ് കളർ കിട്ടാത്തത് എൻ്റെ പച്ചരി ഒരു ചുവപ്പ് കൂടിയിട്ടുള്ളൊരു പച്ചരിയാണ് കേട്ടോ.
അതുകൊണ്ടാണ് പ്യുവർ വൈറ്റ് കിട്ടാത്തത്. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചോറെല്ലാം കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമെല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഫ്ലെയിമെല്ലാം ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതാ ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലെ മസാലയെല്ലാം ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഇടുമ്പോഴാണ് കേട്ടോ ചോറിന് നല്ലൊരു ടേസ്റ്റ് തരിക. ഇനിയിപ്പോൾ കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഇട്ടെടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇത് ഫുഡ് കഴിക്കുന്ന നേരത്തെ തുറക്കുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ബാക്കി വന്ന പാത്രങ്ങളെല്ലാം കഴുകാനെടുക്കലാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളും അങ്ങനെ കുറച്ച് പാത്രങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് വേഗം ഒന്ന് കഴുകിയിട്ടെടുക്കുന്നുണ്ട്. ടിപ്പ് നമ്പർ 3 എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പാത്രം അപ്പം തന്നെ വേഗം കഴുകി വെക്കുക. ഇങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി നമുക്ക് പണികളെല്ലാം ഈസാവും. പിന്നെ ടിപ്പ് നമ്പർ 4 എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൈം അങ്ങോട്ട് ഫിക്സ് ചെയ്യുക കേട്ടോ. ഇത്ര ടൈം കൊണ്ട് നമ്മളിങ്ങനെ പണിയെല്ലാം തീർക്കുന്ന ഫിക്സ് ചെയ്യുക. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പണിയെല്ലാം എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിരിക്കുന്നു, ഞാൻ ഈ പാത്രമെല്ലാം കഴുകിയിട്ട് ഇടുന്ന സ്റ്റാൻഡ് ഇടുന്ന വാങ്ങിയത്. ഇത് ഞാൻ ഇവിടെ അടുത്തു നിന്നുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇത് മീഷോ, ഫ്ലിപ്കാർട്ട് അതിലെല്ലാം ഇപ്പോൾ നമുക്കിത് അവൈലബിൾ ആണ്. നമുക്ക് കുറഞ്ഞ വിലക്ക് കിട്ടുമേ. ഇനിയിപ്പോൾ ഇതാ പാത്രമെല്ലാം ഒന്ന് കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഗ്യാസ് വെച്ച ഏരിയയും കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതിൻ്റെ തട്ട് അപ്പം തന്നെ ഒന്ന് ആ ഗ്യാസിൽ വെച്ചെടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം വെള്ളമെല്ലാം ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പം അതെല്ലാം അപ്പം തന്നെ എടുത്തു വെക്കാം കേട്ടോ. അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ എന്തോ ഇങ്ങനെ പാത്രമെല്ലാം കൊണ്ടെല്ലാം നിറഞ്ഞ് കിടക്കുമ്പം ഒരു വൃത്തിയില്ലാതെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പം ഇതാ പാത്രങ്ങളെല്ലാം അപ്പം തന്നെ ഒന്ന് വേഗം എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് ഫ്രീ ആയിട്ട് വിടുന്നതാണ് കേട്ടോ. നമുക്കങ്ങനെ കൗണ്ടർ ടോപ്പിൽ പാത്രങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ വെക്കുന്ന ഇഷ്ടമല്ല. അപ്പം ഇതാ ഞാൻ വേഗം പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ അത്യാവശ്യം ഉപയോഗിക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മാത്രമാണ് കേട്ടോ കൗണ്ടർ ടോപ്പിൽ വെക്കുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കൗണ്ടർ ടോപ്പും നന്നായിട്ടൊന്ന് സോപ്പിലിട്ടിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഡെയിലി നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പെല്ലാം ക്ലീനാക്കി എടുക്കുമ്പം അതിൻ്റെ സൈഡിലുള്ള ചുമരും ജനലെല്ലാം ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പം അങ്ങനെ പൊടിയും കാര്യങ്ങളൊന്നും പിടിക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു 3-4 പ്രാവശ്യം കൗണ്ടർ ടോപ്പ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് അതിൻ്റെ സോപ്പിൻ്റെ പതെല്ലാം ഒന്ന് പോയി കിട്ടിയത്. പിന്നെ നമ്മൾ ആടെയുള്ള സിങ്കും പൈപ്പെല്ലാം എപ്പോഴും സോപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ കറയെല്ലാം പെട്ടെന്ന് വരും കേട്ടോ. പിന്നെ ആ പൈപ്പിൻ്റെ സൈഡിലുള്ള ചുമരും എല്ലാം ഒന്നിട്ട് സോപ്പിലിട്ടിട്ട് ഒന്ന് കഴുകുക കേട്ടോ. ഇങ്ങനെയെല്ലാം നമ്മൾ എപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണികളെല്ലാം തീർത്ത് നമ്മൾ കിച്ചണെല്ലാം നല്ല നീറ്റായി കിടക്കുക. ഇനിയിപ്പം കബോർഡെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 7 മണിക്ക് കിച്ചണിലോട്ട് കയറി വന്നിട്ടുണ്ട്. ഒരു 8:45 ആകുമ്പോൾ എൻ്റെ കിച്ചണിലെ പണിയെല്ലാം ഒന്ന് തീർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടിപ്പ് നമ്പർ 5 എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോണ് പണി കഴിയുന്നവരെ യൂസ് ആക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഫോൺ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൈം എങ്ങനെ പോകുന്നത് നമുക്ക് തന്നെ അറിയില്ല. പിന്നെ ടിപ്പ് നമ്പർ 6 എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് അപ്പം തന്നെ കൊണ്ടുപോയിട്ട് കളയുക. അല്ലെങ്കിൽ ഇങ്ങനെ ഈച്ചർക്കും സ്മെല്ല് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.